മോർണിംഗ് സ്റ്റുഡൻസ്, സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഹാർഡ്വെയറിനെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെമ്മറിയാണ് പഠിച്ചത്, മെമ്മറി യൂണിറ്റ്. അതിലെ ഒന്നാമത്തെ വിഭാഗമായ പ്രൈമറി മെമ്മറിയെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചു. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് മെമ്മറിയിലെ രണ്ടാമത്തെ വിഭാഗമായ സെക്കൻഡറി മെമ്മറിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. സെക്കൻഡറി മെമ്മറി 3 വിഭാഗങ്ങളാണ്: മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്, സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഡിവൈസ്. ഇവയെ പലതായി തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കണം, വളരെ എസ്സേക്ക് വരുന്ന ചോദ്യങ്ങളാണ്. സെക്കൻഡറി ഡിവൈസ് അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറിയെക്കുറിച്ച്, സെക്കൻഡറി മെമ്മറി ഓർ ഓക്സിലറി മെമ്മറി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം. ഇനി നമുക്ക് സെക്കൻഡറി മെമ്മറിയെ കുറിച്ച് പഠിക്കാം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെമ്മറിയിലെ ഒന്നാമത്തെ വിഭാഗം പ്രൈമറി മെമ്മറിയെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് മെയിൻ മെമ്മറി, പ്രൈം മെമ്മറി എന്നൊക്കെ പറയുന്നത് അല്ലെ. അത് റാമ്, അതുപോലെ റോം, കാഷെ മെമ്മറി, ഇവയെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി പറയും. ഈ മെമ്മറി യൂണിറ്റ് രണ്ടാമത്തെ വിഭാഗമാണ് സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു പേരാണ് ഓക്സിലറി മെമ്മറി എന്ന് പറയും. ഓക്കെ, അതിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ്. 5 മാർക്കിന് ചോദിക്കും ഈ വീഡിയോ, ഇതിന് മുന്നത്തുള്ള ക്ലാസ്സുകളൊക്കെ. ഓക്കെ, അപ്പൊ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്, സെക്കൻഡറി മെമ്മറി ഈസ് പെർമനന്റ് നാച്ചർ. അതായത് സ്ഥിരമായ ഒരു മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. സ്ഥിരമായ മെമ്മറി, അതായത് ഡാറ്റ എപ്പോഴും എന്തുണ്ടാവും, സ്ഥിരമായിട്ട് നിലനിർത്തുന്ന ഒരു മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി അല്ലെ. എന്നാൽ content of the RAM, the data stored in this device does not vanish when power is turned off. എന്നാല് റാമിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈ റാമിന്റെ കണ്ടന്റിനെ പോലെയല്ല, റാമിലെ കണ്ടന്റിനെ പോലെയല്ല ഈ സെക്കൻഡറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന മെമ്മറികൾ എപ്പോഴും സ്ഥിരമാവുകയും പവർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, അതിലെ കണ്ടന്റുകളൊന്നും നഷ്ടപ്പെടുന്നില്ല. മനസ്സിലായോ? എന്നാൽ റാമിനെ പോലെയല്ല എന്ത് സെക്കൻഡറി മെമ്മറികൾ പവർ ഓഫ് ചെയ്താലും അതിലെ എന്ത് കണ്ടന്റുകൾ എപ്പോഴും സ്ഥിരമായി നിൽക്കും. മാത്രമല്ല റാമിനെ അപേക്ഷിച്ച് എന്താണ്, ഒരുപാട് സ്റ്റോറേജ് ഉള്ള ഒരു മെമ്മറിയാണ് സെക്കൻഡറി. വലിയ സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. റാമാണെങ്കിൽ നമ്മൾ പവർ ഓഫ് ചെയ്യുമ്പോൾ ഡാറ്റകൾ മുഴുവൻ നഷ്ടപ്പെടും. പക്ഷെ സെക്കൻഡറി ആകുമ്പോൾ പവർ ഇല്ലെങ്കിലും പവർ ഓഫ് ആയാലും അല്ലെങ്കിൽ ടേൺ ഓഫ് ആയാലും എന്ത് ചെയ്യും, അതിലെ കണ്ടന്റുകൾ എപ്പോഴും സ്ഥിരമായി നിൽക്കും. മാത്രമല്ല വളരെ വലിയ ഡാറ്റകളെ സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു മെമ്മറിയാണ് സെക്കൻഡറി അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി എന്ന് പറയുന്നത് അല്ലെ. സെക്കൻഡറി മെമ്മറി ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിംഗ് ഡാറ്റ ഓർ പ്രോഗ്രാം ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ അല്ലെ. അപ്പൊ വലിയ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. അതുപോലെ എന്ത് ചെയ്യാം, ഒരു പ്രോഗ്രാം ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് പ്രോഗ്രാംസുകളും ഡാറ്റകളും ട്രാൻസ്ഫർ ചെയ്യാനും സെക്കൻഡറി മെമ്മറി ഉപയോഗിക്കാറുണ്ട്. സെക്കൻഡറി മെമ്മറി ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിംഗ് ഡാറ്റ ഓർ പ്രോഗ്രാം. എന്ത് ചെയ്യുന്നു, ഡാറ്റയും പ്രോഗ്രാംസും ട്രാൻസ്ഫർ ചെയ്യുന്നു ഫ്രം ദി വൺ കമ്പ്യൂട്ടർ ടു അനദർ, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടർ. അപ്പൊ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റയെ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാനും ഡാറ്റയും പ്രോഗ്രാംസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനും എന്ത് ചെയ്യും, ഈ സെക്കൻഡറി മെമ്മറി കൊണ്ട് നമുക്ക്. ഇറ്റ് ഓൾസോ ആക്ട് ആസ് എ ബാക്കപ്പ്. മാത്രമല്ല ഈ സെക്കൻഡറി മെമ്മറി എന്ത് ചെയ്യുന്നു, ബാക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് സെക്കൻഡറി മെമ്മറികൾ. ഓക്കെ, ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് ഡാറ്റ പ്രോഗ്രാംസുകളൊക്കെ പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ബാക്കപ്പ് എന്ന നിലയ്ക്കും എന്ത് ചെയ്യും, ഈ സെക്കൻഡറി മെമ്മറികൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു, വളരെ സ്റ്റോറേജ് ഉള്ള ഒരു മെമ്മറിയാണ്. അതുപോലെ ഡാറ്റ പവർ ഓഫ് ചെയ്താലും ഡാറ്റ നഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് പ്രോഗ്രാംസുകളും ഡാറ്റകളും ഒക്കെ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അതുപോലെ ബാക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡറി മെമ്മറികളെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. പക്ഷെ എന്ത് ചെയ്യുക, പ്രോസസ്സിനോട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ സെക്കൻഡറി മെമ്മറി ഉപയോഗിക്കാൻ പറ്റില്ല.
പ്രോസസ്സറിലേക്ക് ഡാറ്റ ഇൻസ്ട്രക്ഷൻ നൽകാനും അവിടുന്ന് ഡാറ്റ ഇൻസ്ട്രക്ഷനെ സ്വീകരിക്കാനും ഡയറക്റ്റ് ആയിട്ട് പ്രൊസസ്സറിന്റെ ഈ സെക്കൻഡറി മെമ്മറി ഉപയോഗിക്കാറില്ല. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും, റാമോ അല്ലെങ്കിൽ കാഷ് മെമ്മറിയോ അതുപോലെ അതിന്റെ അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യും, രജിസ്റ്റേഴ്സ് അങ്ങനെയുള്ള മെമ്മറികളൊക്കെയാണ് പ്രോസസ്സറിനോട് ബന്ധപ്പെടുന്നത്. അവരൊക്കെ തരുന്ന ഈ റാമും കാഷ് അതുപോലെ നമ്മൾ നേരത്തെ നമ്മൾ രജിസ്റ്റേഴ്സുകളൊക്കെ തരുന്ന ഡാറ്റയെ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് സെക്കൻഡറി മെമ്മറി ഉപയോഗിക്കുന്നത്. ഓക്കെ, ദി മേജർ കാറ്റഗറി ഓഫ് സ്റ്റോറേജ് ഡിവൈസ് ആർ മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ ആൻഡ് സെമി കണ്ടക്ടർ മെമ്മറി. ഇനി സെക്കൻഡറി മെമ്മറികൾ മൂന്നായി തരംതിരിക്കാൻ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളാണ്. ഒരു മാഗ്നറ്റിക്, മറ്റൊരു ഒപ്റ്റിക്കൽ, അതുപോലെ മറ്റൊരു സെമി കണ്ടക്ടർ മെമ്മറി. ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് സെക്കൻഡറി അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി. ഓരോ വിശദമായി പഠിക്കാം. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്, അതായത് ഫസ്റ്റ് വൺ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്. എന്താ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ കണ്ടിട്ടുണ്ടാവും, പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്കുകൾ, അതുപോലെ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ ഫ്ലോപ്പി ഡിസ്കുകൾ അല്ലാതുണ്ട്. അതുപോലെ നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മൾ ഉപ്പമാരൊക്കെ കാലഘട്ടത്തിൽ നമുക്ക് ഉപയോഗിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ല അറിയില്ല, മാഗ്നറ്റിക് ടാപ്പർ, ഓഡിയോ കാസറ്റ് അല്ലെ, ഈ ഓരോ കാസറ്റുകളൊക്കെ ഉണ്ടാവല്ലോ അല്ലെ, കാസറ്റ്. ഈ അതൊക്കെ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസുകളാണ്. ഓക്കെ, മാഗ്നറ്റിക് സ്റ്റോറേജ്. ആ മാഗ്നറ്റിക് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ യൂസ് പ്ലാസ്റ്റിക് ടാപ്പ് ഓർ മെറ്റൽ പ്ലാസ്റ്റിക് ഡിസ്ക് കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ. മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്ത പ്ലാസ്റ്റിക് ടാപ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡിസ്കോ ആണ് എന്റെ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസുകളായി ഉപയോഗിക്കുന്നത്. അതൊക്കെ പ്ലാസ്റ്റിക് ടാപ്പ്, ഓലകളെ കറങ്ങുമ്പോൾ അതിന് വേണ്ടിയില്ല, ഓല കറങ്ങുന്നത് ഓല, അതുകൊണ്ടുണ്ടാകും ഓലയില് മാഗ്നീഷ്യം കോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡിസ്കുകളാണ്. പ്ലാസ്റ്റിക് ആവാനും മെറ്റലാവാം, അതിന്റെ മെറ്റീരിയൽസ് പ്ലാസ്റ്റിക് ആവാം മെറ്റലാവാം. എന്താണ് ഡിസ്ക് ആണ്, ഒന്നുകിൽ ടാപ്പ് അല്ലെങ്കിൽ ഡിസ്ക്. അത് പ്ലാസ്റ്റിക് ആയാലും മെറ്റൽ ആയാലും അല്ലെ, കോട്ട് ചെയ്തിട്ട് മാഗ്നറ്റിക് മെറ്റീരിയൽ. അതാണ് ഈ ഡിസ്ക് ആണെങ്കിലും ടാപ്പ് ആണെങ്കിലും എന്താണ്, അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, കോട്ട് ചെയ്തിട്ട് പൂശപ്പെട്ടിട്ടുണ്ട് മാഗ്നറ്റിക് മെറ്റീരിയൽ, മാഗ്നീഷ്യം അല്ലെ. നമ്മൾ മാഗ്നീഷ്യം അറിയാലോ, മാഗ്നീഷ്യം മെറ്റീരിയൽസ് കോട്ട് ചെയ്യപ്പെട്ട പ്ലാസ്റ്റിക് ടാപ്പോ അല്ലെങ്കിൽ മെറ്റൽ പ്ലാസ്റ്റിക് ഡിസ്കോ ആണ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസുകളായി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്? അപ്പൊ നമ്മളൊരു സൗണ്ട് അല്ലെങ്കിൽ ഒരു സൗണ്ട് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സോങ് എങ്ങനെയാണ് ഇതിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത്, അതുപോലെ ഇതിലൊരു സോങ് എങ്ങനെയാണ് നമുക്ക് കേൾക്കുന്നത്, അതാണ് റീഡ് ആൻഡ് റൈറ്റ് എന്ന് പറയും. റീഡ് ആൻഡ് റൈറ്റ്, റീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോങ് കേൾക്കുക, റൈറ്റ് അതിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുക, അതാണ്. അപ്പൊ റീഡ് ആൻഡ് റൈറ്റ് ഹെഡർ ആർ യൂസ്ഡ് ഫോർ ആക്സസ് ഡാറ്റ ഫ്രം ദിസ് ഡിവൈസ്. ഈ ഡിവൈസിൽ നിന്ന് ഡാറ്റയെ ആക്സസ് ചെയ്യാൻ റീഡ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന ഹെഡർ ഉണ്ട്. ഇവ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഡാറ്റ നമ്മള് ഉപയോഗിക്കുന്നത് അല്ലെ, റീഡ് ആൻഡ് റൈറ്റ് ചെയ്യുന്നത്. അതായത് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതും അതിന്റെ സൗണ്ട് നമ്മൾ കേൾക്കുന്നതും ഒക്കെ, അല്ലെങ്കിൽ സോങ് ഒക്കെ നമ്മൾ കേൾക്കുന്നത് റീഡ് ആൻഡ് റൈറ്റ് ഹെഡ് ഉപയോഗിച്ചാണ്. റീഡ് ആൻഡ് റൈറ്റ് ഹെഡ് are used to access data from this device. റീഡ് ആൻഡ് റൈറ്റ് ഹെഡർ ഉപയോഗിച്ചാണ് ഇവ ഡിവൈസിൽ നിന്നും ഡാറ്റയെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട മൂന്ന് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാഗ്നറ്റിക് ടാപ്പ്, ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്. മാഗ്നറ്റിക് ടാപ്പ്, അതുപോലെ ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്. ഈ മൂന്ന് കാറ്റഗറിയിലാണ് സ്റ്റോറേജ് ഡിവൈസുകളാണ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കേട്ടിട്ടുണ്ടാകുന്ന ഒന്നാണ് ഹാർഡ് ഡിസ്ക്. അതിനെക്കുറിച്ച് വിശദമായി പഠിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന മാഗ്നറ്റിക് ടാപ്പുകളും ഫ്ലോപ്പി ഡിസ്കുകളും ഒക്കെ. ഓക്കെ, നമുക്ക് ഓരോന്നിനെ കുറിച്ച് പഠിക്കാം. ആദ്യം നമുക്ക് മാഗ്നറ്റിക് ടാപ്പിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, മാഗ്നറ്റിക് ടാപ്പ് ഡിവൈസ് ദാറ്റ് ക്യാൻ സ്റ്റോർ ഹ്യൂജ് വോളിയം ഓഫ് ഡാറ്റ. വളരെ വലിയ ഡാറ്റകളൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഡിവൈസ് ആണ് മാഗ്നറ്റിക് ടാപ്പ്. വലിയ ഡാറ്റകൾ ഉൾക്കൊള്ളാൻ കഴിയും, ഒരുപാട് ഡാറ്റകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഡിവൈസ് ആണ് മാഗ്നറ്റിക് ടാപ്പ്. ഇപ്പൊ പോയിന്റുകൾക്ക് പോയിന്റ് ഡിവൈസിൽ തന്നെ പഠിച്ചു നോക്കാം.
The cost per unit volume of magnetic tape is less compared other magnetic storage device. മറ്റ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസിനേക്കാൾ, അതായത് ഫ്ലോപ്പി ഡിസ്ക് ആണെങ്കിലും ഹാർഡ് ഡിസ്ക് ആണെങ്കിലും അതിനേക്കാൾ കോസ്റ്റ് കുറഞ്ഞ ഒരു ഡിവൈസ് ആണെന്ത് മാഗ്നറ്റിക് ടാപ്പ് എന്ന് പറയാം. അതാണ് ചെറിയ 50-100 അല്ലെ, നമുക്ക് പഴയ കാലത്തൊക്കെ നമ്മൾ വാങ്ങിയിരുന്നതാണ്. എന്നിട്ട് നമ്മൾ ടാപ്പ് റെക്കോർഡിലൊക്കെ നമ്മളിട്ട് അതിൽ നമ്മൾ ചെയ്യും അല്ലെ. അങ്ങനെയുള്ള ഒരു ചെലവ് കുറഞ്ഞ വലിയ ഡാറ്റയെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ് മാഗ്നറ്റിക് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് പോയിന്റുകൾ പഠിക്കുന്നത്. ഇത് വളരെ സ്റ്റോർ ദി ഹ്യൂജ് വോളിയം ഓഫ് ദി ഡാറ്റ, വളരെ വലിയ ഡാറ്റകളെ വലിയ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഡിവൈസ് ആണ്. അതുപോലെ മറ്റു മാഗ്നറ്റിക് സ്റ്റോറേജിനേക്കാൾ എന്താണ്, മറ്റേ മാഗ്നറ്റിക് സ്റ്റോറേജിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ സ്റ്റോറേജും അതുപോലെ കോസ്റ്റും ഹാർഡ് ഡിസ്ക്. രണ്ടാമത്തെ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക് അല്ലെ. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ദി ഹാർഡ് ഡിസ്ക് കൺസിസ്റ്റ് ഓഫ് മെറ്റൽ ഡിസ്ക് കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ കൺസീൽഡ് ഇൻ ഡസ്റ്റ് ഫ്രീ കണ്ടെയ്നർ. ഹാർഡ് ഡിസ്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിന്റെ ഭാഗമാണ്. ഹാർഡ് ഡിസ്ക് കൺസിസ്റ്റ് ഓഫ് ദി മെറ്റൽ ഡിസ്ക്, എന്താണ് മെറ്റൽ ഡിസ്കുകളെ ഉൾക്കൊണ്ടതാണ്. ഒരുപാട് മെറ്റൽ ഡിസ്കുകൾ ഉണ്ടാവും, പാളികൾ. കോട്ടഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ, ആ മെറ്റൽ ഡിസ്കിനെ എന്നിട്ട് മാഗ്നീഷ്യം കോട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കൺസീൽഡ് ഇൻ ഡസ്റ്റ് ഫ്രീ കണ്ടെയ്നേഴ്സ്, പൊടി വിമുക്തമായ അല്ലെങ്കിൽ പൊടിയൊന്നും കടക്കാത്ത ഒരു പെട്ടിയില് അടക്കപ്പെട്ട് ഉള്ളടക്കം ചെയ്ത് മാഗ്നീഷ്യം കോട്ട് ചെയ്ത ഒരുപാട് ഡിസ്കുകൾ അടങ്ങിയതാണ് ഒരു ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിന്റെ ചിത്രം മനസ്സിലാണ്. ഒരുപാട് ഡിസ്കുകളാണ്. ആ ഡിസ്കുകൾ മാഗ്നീഷ്യം എന്നിവ കോട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിന് ഡസ്റ്റ് ഫ്രീ കണ്ടെയ്നേഴ്സിൽ അതിലെ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. പൊടിയൊന്നും കടക്കാത്ത ഒരു പെട്ടിയിലാക്കിയിട്ട് മാഗ്നീഷ്യം കോട്ട് ചെയ്ത ഒരുപാട് ഡിസ്കുകൾ ഇത് ഉൾക്കൊണ്ടാണ് ഒരു ഹാർഡ് ഡിസ്ക്. ഓക്കെ, ഹാർഡ് ഡിസ്ക് ഹാവ് വെരി ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി. ഹാർഡ് ഡിസ്കിനുണ്ട് വളരെ വലിയ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. മാത്രമല്ല ഹൈ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്, ഉയർന്ന ഡാറ്റയെ കൈമാറ്റം ചെയ്യാനുള്ള കഴിവും ആർക്കുണ്ട്? ഹൈ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറഞ്ഞാല് ഡാറ്റ കൈമാറ്റം ചെയ്യാനുള്ള അതിനുള്ള എന്താണ് കൂടിയ നിരക്കും ഹൈ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റും, അതുപോലെ ലോ അക്സസ് ടൈം, എന്താണ് കുറഞ്ഞ സമീപന രീതിയും. അതായത് കുറഞ്ഞ സമയത്തില് വളരെ വലിയ ഡാറ്റകള് വളരെ കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി അല്ലെ. അപ്പൊ ഇങ്ങനെ വളരെ കുറഞ്ഞ സമയം വളരെ കൂടിയ ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അതുപോലെ വളരെ വലിയ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് ഹാവ് വെരി ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി, ഉയർന്ന സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ഹൈ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്, ഉയർന്ന ഡാറ്റ കൈമാറ്റം ചെയ്യാനുള്ള ശേഷിയുമുണ്ട്. ആൻഡ് ലോ അക്സസ് ടൈം, കുറഞ്ഞ സമീപന ടൈമും സമയവും അതായത് കുറഞ്ഞ സമയത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്. ഇതൊക്കെ ആർക്കുണ്ട്? ഹാർഡ് ഡിസ്കിന്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഈ ഫീച്ചേഴ്സുകളൊക്കെ ഉൾക്കൊണ്ട ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ്. മാത്രമല്ല ഈ ഹാർഡ് ഡിസ്ക് മേ കണ്ടെയ്ൻ വൺ ഓർ മോർ പ്ലാറ്റേഴ്സ്. അതായത് ഈ ഹാർഡ് ഡിസ്കിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ഹാർഡ് ഡിസ്ക് ഒന്നോ അതിലധികമോ എന്തിന്റെ പ്ലേറ്റേഴ്സുകളുണ്ട്. പ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഡിസ്കിലുണ്ട് എല്ലാവർക്കും അല്ലെ. ഒന്നോ അതിലധികമോ പ്ലേറ്റേഴ്സുകൾ ഉണ്ടാവും. ഈച്ച് പ്ലേറ്റ് റിപ്പോർട്ട് ടു റീഡ് ആൻഡ് റൈറ്റ് ഹെഡ്. ഓരോന്നിനും ഇതിന്റെ ഒരു റീഡ് ആൻഡ് റൈറ്റ് ഹെഡറുകളുണ്ട്. ഒരു ഹാർഡ് ഡിസ്ക് ഒക്കെ നമ്മൾ തുറന്നു നോക്കിയാൽ ഇതിൽ ചിത്രത്തിൽ താഴെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതിലുള്ള പ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഡിസ്ക് പോലെ കാണുന്ന പ്ലേറ്റേഴ്സ്. ഇവിടെ കാണുന്ന ഒരു ഇത് കണ്ടോ, ഇതാണ് റീഡ് ആൻഡ് റൈറ്റ് ഹെഡർ.
one for each surface. ഓരോ പ്രതലത്തിലും ഇതുണ്ട്. ഓരോ പ്രതലത്തിലും ഒന്ന് എന്ന നിലയ്ക്ക് റീഡ് ആൻഡ് റൈറ്റ് ഹെഡറുകൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ 2 ഡിസ്ക് ആണെങ്കിൽ അതിലെന്തുണ്ടാവും? ഒരു റീഡ് ആൻഡ് റൈറ്റ് ഹെഡർ ഉണ്ട്. 3 ഉണ്ടാണെങ്കിൽ 3 റീഡ് ആൻഡ് റൈറ്റ്. അങ്ങനെ ഒരുപാട് എന്താണ്, ഒന്നോ അതിലധികമോ പ്ലേറ്റേഴ്സുകൾ ചേർന്നതാണ് ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹാർഡ് ഡിസ്ക് മേ കണ്ടെയ്ൻ 1 or more പ്ലേറ്റേഴ്സ്. ഒന്നോ അതിലധികമോ പ്ലേറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ഒന്നിന്റെ ചിത്രമാണ് കാണിക്കുന്നത്. ഈച്ച് പ്ലേറ്റർ ഇക്വൽ ടു റീഡ് ആൻഡ് റൈറ്റ് ഹെഡ്. ഒന്ന് റീഡ് ചെയ്യാനും മറ്റൊന്ന് റൈറ്റ് ചെയ്യാനും. 1 each of സർഫേസ്. ഒരു സർഫേസിൽ ഒരു ഭാഗത്ത് ഒന്നിന്. ഓരോരുത്തർ റീഡ് ആണെങ്കിൽ അപ്പുറത്തുണ്ടായിരിക്കും റൈറ്റ്. ഈ രൂപത്തിലായിരിക്കും എന്തുണ്ടാവുക? റീഡ് ആൻഡ് റൈറ്റ് ഹെഡറുകൾ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു 1 or more പ്ലേറ്റേഴ്സ് അടങ്ങിയതാണ് ഹാർഡ് ഡിസ്ക്. ഓക്കെ, ഈ ഹാർഡ് ഡിസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡാറ്റ ഈസ് സ്റ്റോർഡ് വൺ സർഫേസ് ഓർ പ്ലേറ്റർ ഇൻ സെക്ടർ ആൻഡ് ട്രാക്ക്. അതായത് ഒരു പ്ലേറ്റിന്റെ ഒരു പ്രതലത്തിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് സെക്ടറുകളും ട്രാക്കുകളുമായിട്ടാണ്. ഇപ്പൊ ഇതൊരു പ്ലേറ്റർ ആണ്, ഇതിന്റെ ചിത്രമാണ് കാണുന്നത് അല്ലെ. ഈ പ്ലേറ്ററിന്റെ സർഫേസിൽ ഈ ഒരു ഭാഗത്ത് ഡാറ്റകളെ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? ട്രാക്കുകളും സെക്ടറുകളുമായിട്ടാണ്. ട്രാക്കുകളുണ്ട്, സെക്ടറുകളുണ്ട്. ട്രാക്ക് ആർ ദി കോൺസെൻട്രിക് സർക്കിൾ. ഇങ്ങനെ ഈ കേന്ദ്ര വൃത്തത്തിൽ കാണുന്നതാണ് എന്ത്? ട്രാക്കുകൾ. ഇതിനാണ് എന്താ പറയാ? ഈ വൃത്തത്തിൽ കാണുന്നതാണ് ട്രാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, കൺസെൻട്രിക് സർക്കിൾസ് ആണ്. ഓക്കെ, വൺ പ്ലേറ്റ് ആണ്. അതുപോലെ വളരെ സെക്ടർ ഈസ് എ പി സ്ലൈസ്ഡ് ആണ്. ഇതിങ്ങനെ ഓരോ കഷ്ണങ്ങളാക്കിയതാണ് സെക്ടറുകൾ. ഈ കൺസെൻട്രിക് സർക്കിളുകൾ ഓരോ കഷ്ണങ്ങളായി തിരിച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇതിനാണ് എന്ത് പറയാ? സെക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ആക്കിയ ഈ ഭാഗങ്ങൾ ഓരോന്നും എന്ത് പറയും? സർക്കിൾ എന്ന് പറയും. ഓരോ സെക്ടറുകൾ, മറ്റൊന്ന് ഓരോന്നും ട്രാക്കുകളാണ്. ഓക്കെ, അപ്പൊ ട്രാക്സ് ആണ് ട്രാക്സ്. അപ്പൊ ഡാറ്റ സ്റ്റോർഡ് ഇൻ സർഫേസ് ഓഫ് പ്ലേറ്റർ ഇൻ സെക്ടേഴ്സ് ആൻഡ് ട്രാക്ക്. ഓരോ പ്രതലങ്ങളിലും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് സെക്ടറുകളിലും ട്രാക്കുകളിലുമാണ്. ട്രാക്ക് ആർ ദി കൺസെൻട്രിക് സർക്കിൾസ്. അതായത് കേന്ദ്രീകൃത വൃത്തം എന്നൊക്കെ പറയും അല്ലെ. ഓരോ പ്ലേറ്റിലുള്ള ആ വൃത്തത്തിനാണ് നമ്മുടെ ട്രാക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഓരോ കഷ്ണത്തിനും എന്ത് പറയും? സെക്ടറുകൾ എന്നും പറയും. ഇത് നമുക്ക് ഹാർഡ് ഡിസ്കിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. വളരെ വലിയ ഡാറ്റയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള ഒരു സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അത് ഉയർന്ന ഡാറ്റ ട്രാൻസ്ഫർ ആയിട്ടുള്ള ലോ ആക്സസ് ടൈമുള്ള ഒരു ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിനെ കുറിച്ച് അതിന്റെ സെക്ടറുകളും അതുപോലെ തന്നെ പ്ലേറ്റേഴ്സുകളും സെക്ടറുകളും റീഡ് ആൻഡ് റൈറ്റ് ഹെഡറുകളൊക്കെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പൊ രണ്ടാമത് ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ് എന്റെ ഹാർഡ് ഡിസ്ക്. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് മറ്റൊന്നാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് അല്ലെ. നമ്മളെ മെമ്മറിയെ 3 ആയി തരംതിരിച്ചു. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്, മറ്റൊന്ന് സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഡിവൈസ്. ഒന്നാമത്തെ വിഭാഗം നമ്മൾ പറഞ്ഞു. അതായത് മാഗ്നറ്റിക് സ്റ്റോറേജ് 3 വിഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഒന്ന് മാഗ്നറ്റിക് ടാപ്പ്, മറ്റൊന്ന് ഹാർഡ് ഡിസ്ക്. ഇതിൽ മൂന്നാമത്തെ വിഭാഗമുണ്ട് ഫ്ലോപ്പി എന്ന് പറയുന്നത്. ഈ ഫ്ലോപ്പി എന്ന് പറഞ്ഞാൽ ഓൾഡസ്റ്റ് ആയി ഉപയോഗിച്ചിരുന്ന ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആയിരുന്നു. അതിപ്പോ നിലവിൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊന്നും അതിനെ കുറിച്ച് ഡീറ്റെയിൽ പഠിക്കുന്നില്ല. ഫ്ലോപ്പി ഡിസ്കിനെ പഴയ കാലത്തൊക്കെ പഠിച്ചിരുന്നു. സാധാരണ ഒരു മെമ്മറി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിസ്ക് തന്നെയായിരുന്നു ഒരു ഫ്ലോപ്പി എന്ന് പറയുന്നത്. മാഗ്നീഷ്യം കോട്ട് ചെയ്ത ഒരു ഡിസ്ക്. ഓക്കെ, അത്ര മനസ്സിലാക്കി വെക്കാം. അതൊരു ഓൾഡസ്റ്റ് ആണ്, ഇപ്പൊ നിലവിൽ അത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. ഈ മെമ്മറി സ്റ്റോറേജ് രണ്ടാമത്തെ വിഭാഗം ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഒപ്റ്റിക്കൽ ഡിസ്ക് is a data storage medium which use low powered laser beam to read from and write into. ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്റ്റോറേജ് മീഡിയ, ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീഡിയ which uses low powered laser beam. ഇതിൽ ഉപയോഗിക്കുന്നത് മറ്റൊരു നമ്മൾ മഗ്നീഷ്യം കോട്ട് ചെയ്ത് റീഡ് ആൻഡ് റൈറ്റ് ഹെഡറുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഡാറ്റ റീഡ് ചെയ്യുന്നത്, റൈറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ യൂസേഴ്സ് ലോ പവേർഡ് ലേസർ ബീം,
അതായത് പവർ കുറഞ്ഞ ചുവന്ന കിരണങ്ങൾ, ലേസർ ബീം, ലേസർ കിരണങ്ങൾ ഉപയോഗിച്ചാണ് ഈ സ്റ്റോറേജ് ഡിവൈസിലേക്ക് ഡാറ്റ റീഡ് ചെയ്യുന്നതോ റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലോ പവർ ലേസർ ബീം ഉപയോഗിച്ചാണ് ടു റീഡ് ഫ്രം ആൻഡ് റൈറ്റ് ഡാറ്റ ഇൻ ടു ഇറ്റ്. ഈ സ്റ്റോറേജ് ഡിവൈസിലേക്ക് ഡാറ്റ റീഡ് ചെയ്യുന്നതോ റൈറ്റ് ചെയ്യുന്നതോ. അപ്പൊ ലേസർ ബീമുകൾ ഉപയോഗിച്ച് ഡാറ്റ റീഡ് ചെയ്യുന്നതും അതുപോലെ റൈറ്റ് ചെയ്തും ഉപയോഗിക്കുന്ന ഒരു സ്റ്റോറേജ് മീഡിയമാണ് ഒപ്റ്റിക്കൽ ഡിസ്ക്. ഇറ്റ് കൺസിസ്റ്റ് ആൻ അലുമിനിയം ഫോയിൽ സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ടു സർക്കുലർ പ്ലാസ്റ്റിക് ഡിസ്ക്. ഇതിന്റെ ഫംഗ്ഷൻ മനസ്സിലാക്കി വെക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ അലുമിനിയം ഫോയിൽ. ഇതിന്റെ ഉള്ളിലുള്ള അലുമിനിയം ഫോയിലാണ്, ഒരു മെറ്റലാണ്. സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ടു സർക്കുലർ പ്ലാസ്റ്റിക് ഡിസ്ക്. ഇതിന്റെ മുകളിലും താഴെയുമായി എന്താണ് ഒരു വൃത്താകൃതിയിലുള്ള പ്ലാസ്റ്റിക് ഡിസ്കുകളുണ്ട്. ആ വൃത്താകൃതിയിലുള്ള ഒരു രണ്ട് പ്ലാസ്റ്റിക് ഡിസ്കുകൾ, പ്ലാസ്റ്റിക് ഡിസ്ക്, അതിന്റെ ഉള്ളിൽ അലുമിനിയം ഫോയിൽ. അപ്പൊ ഈ രണ്ട് പ്ലാസ്റ്റിക് ഡിസ്കിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു അലുമിനിയം ഫോയിൽ ഉണ്ട്, ഒരു മെറ്റൽ ഉണ്ട്. ഓക്കെ, ഈ അലുമിനിയം ഫോയിലാണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റ റീഡ് ചെയ്യുന്നതോ റൈറ്റ് ചെയ്യുന്നതോ. അതിലേക്ക് ലേസർ ബീം ഉപയോഗിച്ച് റീഡ് ആൻഡ് റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ടു സർക്കുലർ പ്ലാസ്റ്റിക് ഡിസ്ക്, രണ്ട് പ്ലാസ്റ്റിക് ഡിസ്കിന്റെ ഇടയിൽ സാൻഡ്വിച്ചിങ് ഉണ്ടാവും അല്ലെ, രണ്ട് സാധനങ്ങൾ ഒട്ടിച്ചു വെക്കാം അല്ലെ. ആ രണ്ട് പ്ലാസ്റ്റിക് ഡിസ്കിന്റെ ഉള്ളിൽ ഒരു അലുമിനിയം ഫോയിൽ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുന്നു? തിരികെ കയറ്റിയിട്ട് അല്ലെ, അത് രണ്ടിന്റെയും ഈ അലുമിനിയം ഫോയിലിന്റെ ഒരു ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് ഡിസ്ക്, മറ്റൊരു ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് ഡിസ്ക്. അപ്പൊ ഈ രണ്ട് പ്ലാസ്റ്റിക് ഡിസ്കിന്റെ ഉള്ളിലാണ് എന്നുള്ള അലുമിനിയം ഫോയിൽ വരുന്നത്. സാൻഡ്വിച്ച് എന്ന് പറയാം, സാൻഡ്വിച്ച് കണ്ടോ അല്ലെ, എന്റെ ബെന്നെ അതിന്റെ ഉള്ളിൽ എന്താണ്? അതിന്റെ ക്രീമുകൾ, മറ്റു കാര്യങ്ങൾ. അപ്പൊ ക്രീമിന്റെ സ്ഥാനത്ത് അതില എന്താ പറയാ, അതില് അപ്പുറത്തുള്ള രണ്ട് ബെന്ന് മോഡുള്ളത് അതെന്താണ്? രണ്ട് പ്ലാസ്റ്റിക് ഡിസ്ക് ആയി സങ്കല്പിക്കുക. അതിന്റെ ഉള്ളിലുള്ളത് എന്റെ അലുമിനിയം ഫോയിൽ. ഈ അലുമിനിയം ഫോയിലാണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റ റീഡ് ചെയ്യുന്നതോ റൈറ്റ് ചെയ്യുന്നത്. എന്തുപയോഗിച്ച്? ലേസർ ബീം ഉപയോഗിച്ച്, ലേസർ കിരണങ്ങൾ ഉപയോഗിച്ച്. ഓക്കെ, അപ്പൊ ഈ അലുമിനിയം ഫോയിലിനെ കുറിച്ച് പറയുന്നത് ഇതിൽ എന്തുണ്ടാവും? അതിന് കുഴികൾ ഉണ്ടാവും. ഇപ്പൊ ചിത്രത്തിന്റെ കാര്യങ്ങൾ ഉണ്ടാവും, ഒരുപാട് കുഴികൾ ഉണ്ടാവും. അതുപോലെ നിരപ്പായിട്ടുള്ള കുറെ പ്രതലങ്ങൾ ഉണ്ടാവും. ഈ കുഴികളിലും നിരപ്പായ പ്രതലങ്ങളിലും ആണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതിന് റീഡ് ആൻഡ് റൈറ്റ് ഹെഡർ ഉപയോഗിച്ച് അതിനെന്ത് ചെയ്യുന്നു? ഡാറ്റ ലേസർ ബീമിന്റെ സഹായത്തോടെ എന്ത് ചെയ്യുന്നു? ഡാറ്റ റീഡ് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു. ഇതാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് നമുക്ക് രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് CD, മറ്റൊന്ന് DVD. CD, DVD ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിനെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു. ഒന്നാണ് നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. ഒന്ന് CD, മറ്റൊന്ന് DVD. CD എന്ന് പറയുന്ന എന്ത് പോകും? നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്താണ് CD എന്ന് പറഞ്ഞാല്? പറയൂ. CD കോമ്പാക്ട് ഡിസ്ക് അല്ലെ. CD എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ഡിസ്ക്. DVD എന്ന് പറയാനോ? ഡിജിറ്റൽ വേഴ്സാറ്റിൽ ഡിസ്ക്. മറ്റൊരു വിഭാഗം കൂടെയുണ്ട്, ബ്ലൂറേ DVD എന്ന് പറയുന്നത്. ബ്ലൂറേ DVD അതിനെ കുറിച്ച് നമ്മള് അതുപോലെ അത് എന്താണ് പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചത് കൊണ്ട് അതും കൂടെ നമ്മൾ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണം. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ ചുരുക്കത്തിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിനെ മൂന്നായി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് CD, മറ്റൊന്ന് DVD, മറ്റൊന്ന് ബ്ലൂറേ DVD. ഓക്കെ, നമുക്ക് പഠിക്കാം. ഒന്ന് CD എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ഡിസ്ക് കോമ്പാക്ട് ഡിസ്ക് എന്ന് പറയും CD അല്ലെ. അപ്പൊ കോമ്പാക്ട് ഡിസ്ക് ഈസ് ആൻ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയം capable of storing up to 700 MB to MB of the data. 700 മെഗാബൈറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയം ആണ് CD. CDയുടെ ഒരു മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 700 MB ആണ്. അപ്പൊ 700 MB ഡാറ്റ
സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയമാണ് കോമ്പാക്ട് ഡിസ്ക് അല്ലെങ്കിൽ CD എന്ന് പറയുന്നത് അല്ലേ. A CD drive uses a red laser beam. A CD drive uses red laser beam for reading from and writing data into CD. ഒരു CD ഡ്രൈവ് ആണ്. ഒരു CD ഡ്രൈവ് ഉപയോഗിച്ച് ചുവന്ന ലേസർ കിരണങ്ങൾ വഴി എന്ത് ചെയ്യുന്നു? CD-യിലേക്ക് ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സഹായിക്കും. അപ്പൊ ചുവന്ന ലേസർ കിരണങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഒരു CD ഡ്രൈവ് വഴി ഉപയോഗിച്ച് ഡാറ്റ റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും. അപ്പൊ ഒരു നമ്മളൊരു CD-യിൽ നിന്ന് ഒരു ഡാറ്റ നമ്മൾ റീഡ് ചെയ്യാൻ നമ്മൾ വായിക്കാൻ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സോങ് അത് കേൾക്കുകയാണെങ്കിൽ ആ സോങ് നമ്മൾ കേൾപ്പിക്കുന്നതും ഇനി ആ CD-യിലെ ഒരു സോങ് നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യുന്നത് ഒരു CD ഡ്രൈവ് ഉപയോഗിച്ച് ആ CD ഡ്രൈവിലെ ഒരു റെഡ് ലേസർ കിരണങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, there are two types of CD. രണ്ട് തരത്തിലുള്ള CD-കളാണുള്ളത്. ഒന്ന് CDR മറ്റൊന്ന് CDRW. CDR എന്നാൽ CD റീഡബിൾ റെക്കോർഡബിൾ എന്ന് പറയും. CD റെക്കോർഡബിൾ. മറ്റു CDRW എന്നാൽ റീഡ് ആൻഡ് റൈറ്റ് ആണ്. CD റെക്കോർഡ് എന്നാൽ റെക്കോർഡ് ചെയ്യാനേ കഴിയുള്ളൂ. ഓക്കെ, ഇനി CD അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ, അതായത് റൈറ്റ് ചെയ്യാൻ കഴിയില്ല. CDRW നമുക്ക് എന്ത് ചെയ്യാം? നിലവിലെ ഡാറ്റകൾ ഒഴിവാക്കി നമുക്ക് എന്ത് ചെയ്യാം? പുതിയ ഡാറ്റയെ കയറ്റാം അല്ലെ, റെക്കോർഡ് ചെയ്യാം. അതുപോലെ അതിന് നമുക്ക് റീഡ് ചെയ്യാം. അപ്പൊ ഡാറ്റ നൽകാനും അതുപോലെ അത് വായിച്ച് പുതിയ ഡാറ്റയെ നമ്മള് ഇൻപുട്ട് ചെയ്യാനും അതുപോലെ തന്നെ റീഡ് ചെയ്യാനും ഈ രണ്ടിനും ഉപയോഗിക്കുന്നതാണ് CDRW. പക്ഷെ ഒരു പ്രാവശ്യം ഡാറ്റ ചെയ്താൽ പിന്നീട് എന്ത് ചെയ്യില്ല, ആ ഡാറ്റ മായ്ച്ചു കളയാനോ അല്ലെങ്കിൽ പുതിയ ഡാറ്റ കൊടുക്കാനോ കഴിയാത്ത CD-കളാണ് CDR. അപ്പൊ CD രണ്ട് വിധം, CDR-ഉം CDRW. ഓക്കെ, ഈ മറ്റൊരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ് ഡിജിറ്റൽ വേഴ്സാറ്റൈൽ ഡിസ്ക് എന്ന് പറയുന്ന DVD എന്ന് പറയുന്നത്. ഡിജിറ്റൽ വേഴ്സാറ്റൈൽ ഡിസ്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് അല്ലെ. It is an optical storage with a higher storage capacity. വലിയ എന്താണ് ഉയർന്ന സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ് DVD. ഉയർന്ന സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ് DVD എന്ന് പറയുന്നത്. DVD നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. റെക്കോർഡിംഗ് ആൻഡ് റീഡിംഗ് ഓഫ് ഡാറ്റ ഈസ് ഡൺ യൂസിംഗ് DVD ഡ്രൈവ്. ഇതിലേക്ക് ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നതും അതുപോലെ അതിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുന്നതും എന്തുപയോഗിച്ചാണ്? DVD ഡ്രൈവർ ഉപയോഗിച്ചാണ്. അതൊരു ഡിവൈസ് ആണ് അല്ലെ. DVD ഡ്രൈവർ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഡാറ്റ റീഡ് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. Here also red laser beam is used for doing this operation. അപ്പോൾ റീഡ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ഒക്കെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന റെഡ് ലേസർ ബീമുകൾ തന്നെ. CD എന്ന് പറഞ്ഞതുപോലെ ചുവന്ന ലേസർ കിരണങ്ങളാണ് ഇവിടെ റീഡ് ആൻഡ് റൈറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു capacity of DVD varies from 4.37 GB to 50.9 GB. അതായത് 4.37 GB മുതൽ 15.9 GB വരെ എന്തിന്റെ DVD-യുടെ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ചുരുങ്ങിയത് 4 GB-യും കൂടിയ 15 GB-യും ഇതാണ് ഒരു DVD-യുടെ കപ്പാസിറ്റി. ഓക്കെ, അപ്പൊ മറ്റൊന്നാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിലെ DVD. അപ്പൊ ഒന്നാണ് കോമ്പാക്ട് ഡിസ്ക്, മറ്റൊന്ന് DVD ഡിജിറ്റൽ വേഴ്സാറ്റൈൽ ഡിസ്ക്. ഓരോന്നിന്റെയും അതിന്റെ മെമ്മറി കപ്പാസിറ്റിയും അതിന്റെ പ്രത്യേകതയും നമ്മൾ പഠിക്കണം. ഓക്കെ, ഇനി പലതരത്തിലുള്ള DVD-കളുണ്ട്. There are 3 major types of DVD. മൂന്ന് തരത്തിലുള്ള DVD-കളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഒന്ന് DVD-ROM, DVD-RW, DVD-RAM. ഇങ്ങനെ 3 തരത്തിലുള്ള DVD-കളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. നമുക്ക് ഓരോന്നും പഠിക്കാം. DVD-ROM എന്ന് പറഞ്ഞാൽ എന്താ? DVD-ROM അല്ലെ. DVD read only memory functions is the same way as CD-ROM. CD-ROM എന്താ ചെയ്യുന്നത്? CD-ROM എന്ന് പറഞ്ഞിരുന്നു അല്ലെ. CD-ROM, RW, CD-ROM നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. CDR-നെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, റീഡ് ഓൺലി ആണ്. മനസ്സിലായോ? അതിലേക്ക് എന്ത് ചെയ്യില്ല, ഒരു ഡാറ്റയെ പുതുതായിട്ട് നമുക്ക് റീഡ് ചെയ്യാനും
അതിലുള്ള ഡാറ്റ മായ്ച്ചു കളയാൻ നമുക്ക് കഴിയില്ല അല്ലെ. അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ DVD ചെയ്യുന്നത്. അതിന് പ്രത്യേകം ഒന്നുകൂടെ CD-യേക്കാൾ എന്തുണ്ടാവും, മെമ്മറി കപ്പാസിറ്റി ഉണ്ടാവും, അത്രേ ഉള്ളൂ. അതായത് റീഡ് ഓൺലി മെമ്മറി ഫംഗ്ഷൻ ഇൻ സെയിം ആസ് CD-ROM. CD-ROM ചെയ്യുന്ന അതേ ഫംഗ്ഷൻ തന്നെയാണ് DVD-ROM ചെയ്യുന്നത്. ഒരു പ്രാവശ്യം മാത്രമേ ഡാറ്റ അതേ എന്തുള്ളൂ, റീഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ. ഇനി രണ്ടാമത് DVD-RW എന്ന് പറയും. DVD-R റീറൈറ്റബിൾ ഡിസ്ക് എന്ന് പറയും. റീറൈറ്റബിൾ, റീഡ് ആൻഡ് റൈറ്റ്, അതാണ് RW. റീറൈറ്റബിൾ ഡിസ്ക് ക്യാൻ ബി ഇറൈസ്ഡ് ആൻഡ് റിട്ടൺ എനി ടൈം. ഏത് സമയം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിലെ ഡാറ്റയെ ഡിലീറ്റ് മായ്ച്ചു കളയാനും അതിലേക്ക് നമുക്ക് പുതിയ ഡാറ്റയെ കൊടുക്കാനും കഴിയുന്ന ഒരു DVD ആണ് DVD-RW. മറ്റൊരു DVD-RAM എന്ന് പറയും. ഇത് ഏകദേശം RW പോലെ തന്നെ. DVD റാൻഡം ആക്സസ് മെമ്മറി ഡിസ്ക് ക്യാൻ ബി റെക്കോർഡ് ആൻഡ് എറേസ്ഡ് റിപ്പീറ്റ്ലി. എന്ത് ചെയ്യാം, ഒരുപാട് പ്രാവശ്യം അതിന്റെ ലൈഫ് ടൈം അനുസരിച്ച് ഒരുപാട് പ്രാവശ്യം ഡാറ്റ റീഡ് ചെയ്യാനും അതുപോലെ റൈറ്റ് ചെയ്യാനും റിപ്പീറ്റ്ലി ആവർത്തിച്ച് ഡാറ്റ എറേസ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും കഴിയുന്ന ഒരു DVD-RAM എന്ന് പറയുന്നത്. DVD-RAM ഹാവ് ഹയർ ലൈഫ് ടൈം. DVD-RAM ഉണ്ടാവും ഉയർന്ന അതിന്റെ ഉപയോഗ സമയം കൂടുതലായിരിക്കും, ലൈഫ് ടൈം കൂടുതലാണ്. And can be erased more often than DVD-RW. RW-നേക്കാൾ ഒരുപാട് തവണ നമുക്ക് എന്ത് ചെയ്യാം, റീഡ് ഡാറ്റ എറേസ് ചെയ്യാൻ കഴിയും, റീഡ് ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മൾ ഏകദേശം സെയിം ആണ്, രണ്ടും എന്ത് ചെയ്യാം, നമുക്ക് റീഡ് ചെയ്യാനും അതുപോലെ അതിന്റെ ഡാറ്റ എറേസ് ചെയ്യാനും കഴിയും. അപ്പൊ ഒരുപാട് പ്രാവശ്യം ലൈഫ് ടൈം കൂടുതലുള്ള ഒന്നാണ് എന്ത്, DVD-RAM. അത് ആവർത്തിച്ച് ഒരുപാട് ടൈം നമുക്ക് എന്ത് ചെയ്യാം, DVD-RW-നേക്കാൾ അതിനേക്കാൾ നമുക്ക് എന്ത് ചെയ്യും, ലൈഫ് ടൈം ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ആ DVD-RAM-ന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങൾ 3 തരത്തിലുള്ള DVD-കളാണ് ഉള്ളത്: DVD-ROM, DVD-RW, DVD-RAM. ഓക്കെ. ഇവിടെ പോയിട്ടുണ്ട്. A normal DVD known as DVD-5 store 4.35 GB data. അല്ലെ, ഒരു നോർമൽ DVD എന്ന് പറയുന്നത് DVD-5 ആണ്. ഇതിലെന്ത് ചെയ്യാം, 4.37 GB ഡാറ്റ, അതായത് 4 GB ഡാറ്റ വരെ എന്ത് ചെയ്യാം, ഒരു നോർമൽ DVD-യിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും. ആസ് എ ഡുവൽ ലെയർ ഡബിൾ സൈഡ് DVD. എന്നാൽ 2 ലെയറുള്ള ഡബിൾ സൈഡ് DVD-കള് DVD-18 എന്ന പേരിലാണ്, DVD-18 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ DVD-18 എന്ന പേരിൽ അറിയപ്പെടുന്ന ഡുവൽ 2 ലെയറുള്ള ഡബിൾ സൈഡ് DVD ക്യാൻ സ്റ്റോർ 50 GB. ഇതിലെന്ത് ചെയ്യാം, 15 GB വരെ സ്റ്റോർ ചെയ്യാം. 2 ലെയർ അതുപോലെ 2 സൈഡില് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഇതിനെ സാധാരണ വിളിക്കുന്നതാണ് DVD-18 എന്നാണ്, 18 ആണ് അല്ലെ. അപ്പോ ഇവയിൽ എന്ത് ചെയ്യാം, 15.9 GB 15.9 GB ജിഗാബൈറ്റ് ഡാറ്റ എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാൻ കഴിയും. ഓക്കെ, ഒന്ന് കൊടുത്തു നോക്കാം. അപ്പൊ ചുരുങ്ങിയത് 4.37 GB-യും 4.37 GB-യും കൂടിയത് 15.9 GB-യുമാണ് അല്ലെ. നോർമൽ DVD-5 എന്ന പേരിലാണ് അറിയപ്പെടുക. ഇനി ഡബിൾ ലെയറുള്ള ഡബിൾ സൈഡുള്ള DVD-18 എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ, ഇതാണ് DVD-യെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ രണ്ടാമത്തെ ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ് ഇത് DVD എന്ന് പറയുന്നത്. ഒന്ന് CD, 2 ഒപ്റ്റിക്കൽ വെർസാറ്റൈൽ ഡിസ്ക്, കോമ്പാക്ട് ഡിജിറ്റൽ വെർസാറ്റൈൽ ഡിസ്ക് അഥവാ DVD. ഇനി മറ്റൊന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ബ്ലൂറേ DVD എന്ന് പറയുന്നത്. ബ്ലൂറേ DVD ഒപ്റ്റിക്കൽ ഡിസ്ക് ഫോർമാറ്റ് ആണ്. ഡെവലപ്ഡ് to enable recording and writing and playback of high definition video. അതായത് HD വീഡിയോസുകളെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും, HDR ഹൈ ഡെഫിനിഷൻ അല്ലെ വീഡിയോസുകളെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ആണ് എന്റെ ബ്ലൂറേ DVD അല്ലെ. ആസ് വെൽ ആസ് സ്റ്റോറിംഗ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ. ഇവയിൽ എന്ത് ചെയ്യാം,
വളരെ വലിയ ഡാറ്റ എമൗണ്ട്, വളരെ വലിയ ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്യാൻ കഴിയും. DVD, CD and DVD technologies use red laser to read write, while Blu-ray format uses Blu-ray violet use laser. അതായത് DVD-യിലും CD-യിലും ഒക്കെ നമ്മൾ റെഡ് ലേസർ ബീമുകളാണ് റീഡ് ആൻഡ് റൈറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഉപയോഗിക്കുന്നത് ബ്ലൂ വയലറ്റ് ലേസർ ബീമുകളാണ്. ബ്ലൂ വയലറ്റ് ലേസർ ബീമുകളാണ് റീഡ് ആൻഡ് റൈറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 25 GB വരെയുണ്ട്. 25 GB മുതൽ അതുപോലെ 15 GB വരെ ഡുവൽ ലെയർ ഡിസ്കുകളൊക്കെ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ് ബ്ലൂറേ DVD. അത് ഓർത്തു വെക്കാം. ഇത് 3 തരത്തിലുള്ള സ്റ്റോറേജ് ഡിവൈസുകളാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്. ഓക്കെ, ഈ മറ്റൊരു മെമ്മറിയാണ്, മെമ്മറിയുടെ മൂന്നാമത്തെ കാറ്റഗറിയാണ് സെമി കണ്ടക്ടർ സ്റ്റോറേജ്. അത് ഫ്ലാഷ് മെമ്മറി എന്ന് പറയും, സെമി കണ്ടക്ടർ സ്റ്റോറേജ് എന്ന് പറയും. അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെമ്മറിയാണ് സെമി കണ്ടക്ടർ സ്റ്റോറേജ്, ഫ്ലാഷ് മെമ്മറി അല്ലെ. ഫ്ലാഷ് മെമ്മറി ഈസ് ഫാസ്റ്റർ ആൻഡ് ഡ്യൂറബിൾ വെൻ compared to other type secondary memory. സെക്കൻഡറി മെമ്മറിയുടെ മറ്റു മെമ്മറിയെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലാഷ് മെമ്മറി ഫാസ്റ്റർ ആൻഡ് ഡ്യൂറബിൾ അല്ലെ. അതായത് റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഫാസ്റ്റർ ആയിട്ടുള്ള മെമ്മറിയാണ് ഫ്ലാഷ് മെമ്മറി. ഈ ഫ്ലാഷ് മെമ്മറിയെ നമ്മൾ പലതായിരിക്കുന്നുണ്ട്, രണ്ടായിട്ടുണ്ട്. USB ഫ്ലാഷ് ഡ്രൈവ് ഉണ്ട്, ഫ്ലാഷ് മെമ്മറി കാർഡുകളുണ്ട്. ഫ്ലാഷ് ഡ്രൈവ്, USB ഫ്ലാഷ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ USB എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു പൂർണ്ണ രൂപം, യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്ന് പറഞ്ഞത് അല്ലെ. അങ്ങനെ ഫ്ലാഷ് ഡ്രൈവ് പോർട്ടബിൾ ആൻഡ് റീറൈറ്റബിൾ. പോർട്ടബിൾ ആണ്. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ആവശ്യമുള്ളപ്പോൾ കണക്ട് ചെയ്യാം. അതിൽ ഇൻബിൽഡ് അല്ല, സെറ്റ് ചെയ്ത് വെക്കുന്നല്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ആവശ്യമില്ലാകുമ്പോൾ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. അതിനാണ് പോർട്ടബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. പോർട്ടബിൾ ആൻഡ് റീറൈറ്റബിൾ. എത്ര വേണമെങ്കിലും നമുക്ക് ഡാറ്റ ഡിലീറ്റ് ചെയ്യാം, അതിലേക്ക് ഡാറ്റയെ കോപ്പി ചെയ്യാം, ഇതിനൊക്കെ കഴിയുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സെമി കണ്ടക്ടർ സ്റ്റോറേജ് ആണ് USB ഫ്ലാഷ് ഡ്രൈവർ. ഫ്ലാഷ് ഡ്രൈവർ ആർ പോർട്ടബിൾ ആൻഡ് റീറൈറ്റബിൾ. ദി സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് USB ഡ്രൈവ് കറന്റ്ലി ഈസ് ഫ്രം 2 GB to 32 GB. അതിനപ്പുറമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി മിനിമം 2 GB പിന്നെ മുതൽ 32 GB വരാം. ഈ നമ്മൾ പറഞ്ഞ നമ്മുടെ സിലബസിൽ പ്രകാരം ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നമ്മൾ വരുന്നവരൊക്കെ 32 GB ആണ്. അതിനപ്പുറത്ത് USB ഫ്ലാഷ് ഡ്രൈവുകൾക്ക് ഇപ്പോൾ നിലവിലുണ്ട്. ഓക്കെ, 32 GB വരെയാണ് ഇതിന്റെ കപ്പാസിറ്റി. ഇനി മറ്റൊന്നാണ് സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഡിവൈസ് ആണ് ഫ്ലാഷ് മെമ്മറി കാർഡ് എന്ന് പറയുന്നത്. ഫ്ലാഷ് മെമ്മറി കാർഡ് ഇവിടെ ഫ്ലാറ്റ് ആൻഡ് ഹാവ് എ സൈസ് ഓഫ് അബൌട്ട് 1 inch into 0.75 inch. അപ്പോ ചെറിയ, അത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സൈസ് കുറഞ്ഞ ഒരു സെമി കണ്ടക്ടർ സ്റ്റോറേജ് ആണ് ഫ്ലാഷ് മെമ്മറി. അതായത് അതിന്റെ ഏറ്റവും എന്താ പറയുക സൈസ് 1 inch ഇൻറ്റു അതിന്റെ നീളം ഇൻറ്റു 0.75 inch. ദി തിക്നെസ് ഓഫ് അബൌട്ട് 2 mm millimeter അല്ലെ. അതായത് 2 mm തിക്നെസ് അടങ്ങിയ ഒരു മെമ്മറി കാർഡ്. മെമ്മറി കാർഡ് കറന്റ്ലി ഹാവ് സ്റ്റോറേജ് കപ്പാസിറ്റി ഇൻ ദ റേഞ്ച് ഓഫ് 1 GB to 32 GB. 1 GB മുതൽ 32 GB വരെ മെമ്മറി കാർഡുകളുണ്ട്. ഫ്ലാഷ് മെമ്മറി കാർഡ് ഓൾസോ ഹാവ് ദി സിമിലർ ടു
Flash memory card also have a smaller version which is used to within cell phone and tablet. അല്ലേ? ഈ മെമ്മറി ഫ്ലാഷ് മെമ്മറി കാർഡിന്റെ ചെറിയ വേർഷൻസിലൊക്കെ നമ്മൾ സെൽ ഫോണിലും അതുപോലെ ടാബ്ലറ്റ് പോലുള്ള ഡിവൈസസിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മെമ്മറികളാണ് സെമി കണ്ടക്ടർ സ്റ്റോറേജ് അല്ലെങ്കിൽ ഫ്ലാഷ് മെമ്മറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. USB ഫ്ലാഷ് ഡ്രൈവ്, ഫ്ലാഷ് മെമ്മറി കാർഡ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ മെമ്മറിയെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ മെമ്മറിയെ കുറിച്ച് നമ്മൾ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ മെമ്മറി രണ്ട് തരത്തിലാണ്. ഒന്ന് പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറിയെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. സെക്കൻഡറി മെമ്മറി മൂന്ന് തരത്തിലാണ്: മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്, അതുപോലെ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്, സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഡിവൈസ്. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് മൂന്നാണ് പറഞ്ഞത്. ഒന്ന് മാഗ്നറ്റിക് ടാബ്, മറ്റൊന്ന് ഹാർഡ് ഡിസ്ക്, മറ്റൊന്ന് നമ്മൾ ജസ്റ്റ് സൂചിപ്പിച്ച ഫ്ലോപ്പി ഡിസ്ക്. ഓക്കെ, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് മൂന്നെണ്ണം തന്നെയാണ്. ഒന്ന് CD കോമ്പാക്ട് ഡിസ്ക്, മറ്റൊന്ന് ഡിജിറ്റൽ വേഴ്സാറ്റൈൽ ഡിസ്ക് എന്ന് പറയുന്ന DVD, പിന്നെ ബ്ലൂറേ DVD. ഇനി സെമി കണ്ടക്ടർ സ്റ്റോറേജ് അതായത് ഫ്ലാഷ് മെമ്മറി രണ്ട് തരത്തിലാണ്: USB ഫ്ലാഷ് ഡ്രൈവർ, ഫ്ലാഷ് മെമ്മറി കാർഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് മെമ്മറിയെ കുറിച്ച്. 5 മാർക്കിന് ചോദിക്കുന്ന ഭാഗം. ഓക്കെ, ഇനി റോൾ ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെമ്മറീസ് ഇൻ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ പലതരത്തിലുള്ള മെമ്മറികളുടെ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറിയിലെ ഒരു റോളാണ് നമ്മുടെ കൊടുത്തിട്ടുള്ള ഒരു പങ്ക്. അതിന്റെ കപ്പാസിറ്റിയും അതിന്റെ എന്താ പറയാ സ്റ്റോറേജും അതുപോലെ റിലേറ്റീവ് കോസ്റ്റ്, വോളറ്റൈൽ മെമ്മറി ആണോ അല്ലയോ എന്നുള്ളത് അതിന്റെ ഒരു ഷോർട്ട്. ഇവിടെ നോക്കൂ, സ്റ്റോറേജ് എന്നതില് സ്റ്റോറേജ് ഏതൊക്കെ? സ്പീഡ്, കപ്പാസിറ്റി, റിലേറ്റീവ് കോസ്റ്റ്, വോളറ്റൈൽ എന്നാണ്. സ്റ്റോറേജ് രജിസ്റ്റേഴ്സ്. ആദ്യം ഒന്നാമത് പഠിച്ച മെമ്മറിയാണ് CPU ഉള്ളിലുള്ള ഒരു മെമ്മറി ആയിരുന്നു രജിസ്റ്റേഴ്സ്, അല്ലെ? ഈ രജിസ്റ്റേഴ്സ് അതിന്റെ സ്പീഡ് എന്താണ്? ഫാസ്റ്റസ്റ്റ് ആണ്, അല്ലെ? ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ്. കപ്പാസിറ്റി ലോവസ്റ്റ്, കുറഞ്ഞ കപ്പാസിറ്റി ആണ്. റിലേറ്റീവ് കോസ്റ്റ് ഹൈയസ്റ്റ്, വില എന്ന് പറഞ്ഞാൽ ഹൈയസ്റ്റ് ആണ്. ഈ വോളറ്റൈൽ മെമ്മറി ആണോ? യെസ്, അതായത് പവർ നഷ്ടപ്പെടുമ്പോ ഡാറ്റ നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള നഷ്ടപ്പെടും. ഈ രണ്ടാമത്തെ മെമ്മറിയാണ് കാഷെ മെമ്മറി എന്ന് പറയുന്നത്. ഇതിന്റെ സ്പീഡോ മോർ ഫാസ്റ്റ്, അല്ലെ? മോർ ഫാസ്റ്റ് കാഷെ മെമ്മറി. കപ്പാസിറ്റി ലോ. ഇനി റിലേറ്റീവ് കോസ്റ്റ് വെരി ഹൈ. വോളറ്റൈൽ ആണോ? യെസ്. ഇനി റാം ആൻഡ് റോം. മറ്റൊരു മെമ്മറിയാണ് വിളിച്ചത് റാം റോമും. ഇതോ വെരി ഫാസ്റ്റ് ആണ്. ലോ ആൻഡ് അത് മോഡറേറ്റ്. അതിനെന്താണ്? ലോ കപ്പാസിറ്റി ആണുള്ളത്. അതുപോലെ കോസ്റ്റ് ഹൈ ആണ്. ഇനിയോ വലറ്റിലാണോ അല്ലയോ? വലറ്റിൽ മെമ്മറിയാണ്. ഇനി ഹാർഡ് ഡിസ്ക്. ഇതോ മോഡറേറ്റ്. മോഡറേറ്റ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള എന്താ പറയാ ഒരു നിലവിലുള്ള ഒരു ലോ ലെവൽ, അല്ലെ? വെരി ഹൈ. അതിന്റെ കപ്പാസിറ്റി വെരി ഹൈ ആണ്. അതുപോലെ വെരി ലോ, റിലേറ്റീവ് കോസ്റ്റ് വെരി ലോ. അതുപോലെ വോളറ്റൈൽ മെമ്മറി ആണോ അല്ലയോ? യെസ് ആണ്, വോളറ്റൈൽ മെമ്മറിയാണ്, അല്ലെ? അതാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാല് നമ്മൾ ഡാറ്റ നമ്മൾ നൽകുമ്പോ ഡാറ്റ നമ്മൾ പവർ നമ്മൾ കട്ട് ചെയ്യുമ്പോ അതിലുള്ള ഡാറ്റ നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്, അല്ലെ? എന്ത് ചെയ്യും? അല്ലെ, നഷ്ടപ്പെടും. അപ്പൊ ഇവിടെ രജിസ്റ്റേഴ്സ്, കാഷി, അതുപോലെ കാഷെ മെമ്മറി, റാം ആൻഡ് റോം ഇവയ്ക്ക് എന്താണ്? വോളറ്റൈൽ മെമ്മറികളാണ്. ഹാർഡ് ഡിസ്ക് മാത്രം എന്താണ്? നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അത് പവർ നഷ്ടപ്പെട്ടാലും അതിലെന്ത് ചെയ്യുന്നില്ല? അതിലെ ഡാറ്റകളെ നഷ്ടപ്പെടുന്നില്ല. ഡാറ്റകൾ എന്ത് ചെയ്യുന്നില്ല? നഷ്ടപ്പെടുന്നില്ല, അല്ലെ? റാമാണെങ്കിൽ റോമാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും? വോളറ്റൈൽ മെമ്മറിയാണ് നമ്മൾ അതില് പഠിച്ചിരുന്നു, അല്ലെ? അപ്പൊ ഇതാണ് എന്ത് മെമ്മറിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അതായത് എന്താ സ്പീഡിനെ സംബന്ധിച്ചുള്ള രജിസ്റ്റേഴ്സ് ഫാസ്റ്റസ്റ്റ് ആണ്. കാഷ് ആണെങ്കിൽ മോർ ഫാസ്റ്റസ്റ്റ് ആണ്. റാം ആൻഡ് റോം എന്താണ്? വെരി ഫാസ്റ്റ് ആണ്. ഇവിടെ ഹാർഡ് ഡിസ്ക് പറഞ്ഞാല് മോഡറേറ്റ് മധ്യസ്ഥ, ഒരു നോർമൽ സൈസിൽ മധ്യസ്ഥ നിലയ്ക്കങ്ങനെ പോകും. അതാണ് ഫാസ്റ്റ് അല്ല എന്താണ്? ലോവസ്റ്റ് അല്ല, അതിന്റെ ഒരു മധ്യസ്ഥതയുള്ളതാണ്. അതാണ് മോഡറേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പിന്നെ കപ്പാസിറ്റി ആണ് രജിസ്റ്റേഴ്സ് ലോവസ്റ്റ് ആണ്, കാഷ് ആണെങ്കിൽ ലോ ആണ്, റാം ആൻഡ് റോം ആണെങ്കിൽ ലോ ആൻഡ് മോഡറേറ്റ് ആണ്, അതുപോലെ ഹാർഡ് ഡിസ്ക് ആണ് വെരി ഹൈ ആണ്. ഈ റിലേറ്റീവ് കോസ്റ്റ് ആണെങ്കിൽ വില ഹൈയസ്റ്റ് ആണ്, കാഷ് അല്ല രജിസ്റ്റേഴ്സ് ഹൈയസ്റ്റ് ആണ്, കാഷ് ആണെങ്കിൽ വെരി ഹൈ ആണ്, റാം ആൻഡ് റോം ആണെങ്കിൽ ഹൈ ആണ്, ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ വെരി ലോ. ഇനി രജിസ്റ്റേഴ്സ് സംബന്ധിച്ച് രജിസ്റ്റർ, കാഷ്, റോം ഇവ വൊലാറ്റൈൽ മെമ്മറികളാണ്, ഹാർഡ് ഡിസ്ക് ആണ് നോൺ വൊലാറ്റൈൽ മെമ്മറി. അതിന്റെ ഒരു പിക്ചർ ആണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പിക്ചർ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, ഇതിന്റെ പിക്ചറിന്റെ ഘടന ഓർത്തു വെക്കണം. അതുകൊണ്ട് സ്പീഡിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇതിന്റെ സ്പീഡ് നോക്കൂ. സ്പീഡ് ആദ്യം സ്പീഡാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഹാർഡ് ഡിസ്ക്, റാം, കാഷ്, രജിസ്റ്റർ നോക്കൂ. ഇതിന്റെ സ്റ്റോറേജ് ഒരു കുടം അല്ലെ, ഒരു കുടം ഉണ്ടെങ്കിൽ കൊടുത്ത് സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഹാർഡ് ഡിസ്കിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലാണ്, സ്പീഡ് കുറവാണ് അല്ലെ. ഇവിടെ റാം ആണെങ്കിലോ, റാം ആണെങ്കിൽ ഹാർഡ് ഡിസ്കിനേക്കാൾ സ്റ്റോറേജ് കപ്പാസിറ്റി കുറവാണ്, സ്പീഡ് ഹാർഡ് ഡിസ്കിനേക്കാൾ കൂടുതലാണ്. കാഷ് ആണെങ്കിലോ റാമും ഹാർഡ് ഡിസ്കിനേക്കാൾ സ്റ്റോറേജ് കപ്പാസിറ്റി കുറവാണ്, സ്പീഡ് അതിനേക്കാൾ കൂടുതലാണ്. ഈ രജിസ്റ്റേഴ്സ് ആണെങ്കിലോ ഈ മൂന്നിനേക്കാൾ സ്റ്റോറേജ് കപ്പാസിറ്റി കുറവാണ്, ഹൈ സ്പീഡാണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് സ്പീഡാണ് കണ്ടോ. ഏറ്റവും സ്പീഡ് രജിസ്റ്റർ, പിന്നെ കാഷ്, പിന്നെ റാം, ഹാർഡ് ഡിസ്ക്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റോറേജ് കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ ഹാർഡ് ഡിസ്ക്, പിന്നെ റാം, പിന്നെ കാഷ് മെമ്മറി, പിന്നെ രജിസ്റ്റർ. അപ്പൊ ഈ ചിത്രം എല്ലാവരും ഒന്ന് ഓർത്തു വെക്കണം. ഈ ടാബിൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. ഇത് തന്നിട്ട് ഇതിന്റെ കപ്പാസിറ്റിയും അതുപോലെ റിലേറ്റീവ് കോസ്റ്റ്, സ്പീഡൊക്കെ, സ്പീഡും കപ്പാസിറ്റിയും ഇതൊന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മള് മെമ്മറിയെ കുറിച്ച് പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടെ അവസാനിക്കുകയാണ്. മെമ്മറിയെ കുറിച്ച്, സെക്കൻഡറി മെമ്മറിയെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ പറഞ്ഞത്, അതിന്റെ ഡിഫറൻസ് കാറ്റഗറീസ്. ഓക്കെ, അപ്പോൾ തുടർന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ക്ലാസ്സുകൾ, കണ്ടന്റുകളൊക്കെ കേൾപ്പിക്കുക. ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.